അടഞ്ഞുകിടക്കുന്ന ഡോറിൽ ഒന്ന് തട്ടിക്കൊണ്ട് ലച്ചും ഹരിയും അകത്തേക്ക് കയറി അഞ്ജുവിനെയും കുഞ്ഞിനെയും റൂമിലേക്ക് കിടത്തിയിട്ടുണ്ട്. എല്ലാവരും ആ റൂമിലുണ്ട്. ഹരി ഒരു ചീരയുടെ വാതിലുകൾ നിന്നപ്പോൾ ലച്ചു അവിടെ അടുത്തേക്ക് ചെന്നു. ഉറങ്ങുവാണോ? അഞ്ജുവിന്റെ ശരീരത്തോട് ചേർന്ന് പതിഞ്ഞു കിടക്കുന്ന ആ കുഞ്ഞു മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് ലച്ചു ആ ബെഡിലേക്ക് ഇരുന്നു. ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. കണ്ണ് തുറക്കും, പാലൊടിക്കും, കണ്ണടയ്ക്കും, അത്രയുള്ളൂ. ചിരിക്കത്തൊന്നുമില്ല. ലച്ചുവിന്റെ ചോദ്യത്തിന് സുഭദ്ര എന്തോ പറയാൻ തുടങ്ങിയതിനു മുൻപ് റോഷ്നിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. ലച്ചു കുഞ്ഞിൽ നിന്ന് കണ്ണുകൾ മാറ്റി റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ വാതിൽ നിന്ന രുദ്രനെയും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഹരിയെ നോക്കി പേടിപ്പിക്കുന്ന തിരക്കിലാണ്. ചിരിക്കാനൊന്നും ആയിട്ടില്ല കുഞ്ഞി, അതിനൊക്കെ ഇനിയും ഒത്തിരി ദിവസങ്ങൾ കഴിയണം. റോഷ്നിയുടെ കൈ പതിയൊന്ന് തല്ലിക്കൊണ്ട് സുഭദ്ര പറയുമ്പോൾ റോഷ്നി അവളെ ഒന്ന് നോക്കി ചിരിച്ച ഹരിന് മുഖം തിരിച്ചു. ലച്ചു കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. ഇളം പിങ്ക് നിറത്തിലുള്ള ടർക്കിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു പൈതൽ. കുഞ്ഞിക്കണ്ണുകൾ അടച്ച് നല്ല ഉറക്കാണ്. ആ മൂക്കയും തുമ്പും കവളുമൊക്കെ ബ്ലഷ് ഇട്ടതുപോലെ ചുവന്ന് കിടക്കുന്നുണ്ട്. ചുവന്ന ചെറിയ ചുണ്ടുകൾ. ലച്ചുവിന് ഒരു മുത്തം കൊടുക്കാൻ തോന്നി. പക്ഷേ ഒരു പേടി. ജനിച്ചിട്ട് വെറും മണിക്കൂറുകളായിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഉമ്മ വെച്ചാൽ അഞ്ജുവിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ളൊരു പേടിയും. അതുകൊണ്ട് തരിക്കുന്ന ചുണ്ടിനെ അടക്കി പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ നോക്കിയിരുന്നു. ഹരിവാ, എന്താ അവിടുത്തെ നിന്നത്? കുഞ്ഞിനെ കാണണ്ടേ? സുഭദ്ര ഹരി അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊരു ചിരിയോടെ അവിടെ അടുത്തേക്ക് നടന്നു. ലച്ചു ഇരിക്കുന്നിടത്ത് അവളോട് ചേർന്നതുകൊണ്ട് അവൻ കുഞ്ഞിനെ ഒന്ന് നോക്കി. ആരെ പോലെയാണ് കാണാൻ? എന്നെ പോലെയല്ലേ? രുദ്രൻ ഹരിയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ ഹരി കുഞ്ഞിന്റെ മുഖത്തേക്ക് പിന്നെ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് മനസ്സിലാവുന്നില്ല. ഹരി ചിരിയോടെ പറയുമ്പോൾ എല്ലാരും ചിരിച്ചു. എല്ലാവരും കുഞ്ഞിനെ കാണാൻ അഞ്ജുവിനെ പോലെയാണെന്ന് പറയുമ്പോൾ രുദ്രനൊരു ആഗ്രഹം അവനെ പോലെയാണെന്ന് കേൾക്കാൻ. അതുകൊണ്ട് വരുന്നവരോടും പോകുന്നവരോടുമൊക്കെ അവൻ അങ്ങോട്ട് കയറി ചോദിക്കും, കുഞ്ഞിനെ കാണാൻ ഏട്ടത്തിയെ പോലെ ഉണ്ട് രുദ്രേട്ടാ. ഇനി പോകെ പോകെ മാറി വരുമോന്നറിയില്ല. ലച്ചു രുദ്രനെ നോക്കി പറയുമ്പോൾ രുദ്രൻ ചിരിയോടെ തല കുലുക്കി. ഹരി ലച്ചുവിന്റെ തോളിൽ കൈവച്ച് അവളുടെ പിന്നിൽ നിന്ന് കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കുറച്ചു മാസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് വേറെ ഒരു കുഞ്ഞു കിടക്കില്ലേ? അന്നിങ്ങനെ മാറി നിൽക്കോ? ഒരിക്കലുമില്ല. തുള്ളിച്ചാടി ഓടി നടക്കില്ലേ? നെഞ്ചോട് ചേർത്ത് പിടിക്കില്ലേ? ഉമ്മ കൊടുക്കില്ലേ? എന്തോ അങ്ങനെ ഒരു നിമിഷം ആലോചിച്ചപ്പോൾ തന്നെ ഹരിയുടെ മുഖം തിളങ്ങി. എന്നാൽ അവനെ കണ്ണു കുറിപ്പിച്ച് നോക്കുന്ന റോഷ്നിയെ കണ്ടപ്പോൾ അവന്റെ തിളങ്ങിയ മുഖം അതുപോലെ കെട്ടുപോയി. ഹരി നോക്കുന്ന കണ്ടതും റോഷ്നി പിണക്കത്തോടെ അവനിരുന്ന മുഖം തിരിച്ചു. അവളുടെ ആ പിണക്കം ന്യായമാണ്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അവർ പരസ്പരം കാണുന്നത് ഇപ്പോഴാണ്. ഓഫീസിൽ പോകുന്നത് തുടങ്ങിയതിൽ പിന്നെ വിളിക്കാനും അങ്ങനെ സമയം കിട്ടാറില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അഞ്ജുവിന്റെ കയ്യിൽ പതിയെ തലോടിക്കൊണ്ട് നെറ്റ് ചോദിക്കുമ്പോൾ അഞ്ജു ക്ഷീണം നിറഞ്ഞ മുഖത്തോടെ ഭംഗിയിലൊന്ന് ചിരിച്ചു. ഇനി മതി കുഞ്ഞിനെ നോക്കിയത്. വല്ലാതെ കൂടെ നിന്നാൽ കുഞ്ഞിന് ശ്വാസം മുട്ടും. അഞ്ജുവിന്റെ അമ്മയെ എല്ലാരെയും തള്ളി മാറ്റി അടുത്തേക്ക് വന്ന് പറഞ്ഞതും ലച്ചു വേഗം ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റൊന്ന് മാത്രമല്ല അവളെ ഹരി ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് മാറ്റി നിർത്തി. തള്ളി എല്ലാരെയും മാറ്റി നിർത്തിന്റെ ഇടയിൽ കൈയും കാലും അങ്ങോട്ടും ഇങ്ങോട്ടും വീശിയ കൈയെങ്ങാനും ലച്ചുവിന്റെ വയറിൽ കൊണ്ടാലോ എന്നുള്ള പേടി കൊണ്ടാണ്. അങ്ങനെ കുഞ്ഞിന് ശ്വാസമൊന്നും മുട്ടില്ല. നിങ്ങൾക്ക് വല്ലതും മുട്ടുന്നെങ്കിൽ പുറത്തു പോയി നിനക്ക് മുട്ടലൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നാൽ മതി. ഹരി ലച്ചുവിനെ ഇങ്ങോട്ട് മാറി നിന്നതും ഒരു നിമിഷം എല്ലാരും ഒന്നും വല്ലാതെയായി. അതുകൊണ്ട് രുദ്രൻ അഞ്ജുവിന്റെ അമ്മയെ നോക്കി ദേഷ്യത്തിൽ പറയുമ്പോൾ അവർ തിരിച്ചെന്തോ പറയാൻ തുടങ്ങി. അമ്മേ, കുറച്ച് സമാധാനം തരുമോ? അഞ്ജു ആ കിടന്ന കിടപ്പിൽ കിടന്നുണ്ടോ പറയുമ്പോൾ അവർ പറയാൻ വന്നത് പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അഞ്ജു കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് രുദ്രനെ നോക്കി. സാരില്ല, നിന്റെ അമ്മയ്ക്ക് വിവരമില്ലാഞ്ഞിട്ടില്ലേ, പോട്ടെ. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് വിഷമമാകും എന്നതുകൊണ്ട് രുദ്രൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഞങ്ങൾ ഇറങ്ങിയാലോ? ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരി ചോദിച്ചതും എല്ലാരും ഒരുപോലെ അവരെ നോക്കി. അഞ്ജുവിന്റെ അമ്മ പറഞ്ഞത് അവന് കൊണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ സ്ത്രീ ലച്ചുവിനോടായിട്ട് പറഞ്ഞതൊന്നുമല്ല, മൊത്തത്തിലായി പറഞ്ഞതാണ്. ആ സ്ത്രീ വിവരമില്ലാതെ അങ്ങനെ പറഞ്ഞെന്ന് കരുതി നീ പോവാ? രുദ്രൻ ഹരിയുടെ അടുത്തേക്ക് വന്ന് പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചു. ലച്ചു അപ്പോഴും ഒരു ചിരിയോടെ കുഞ്ഞിനെ നോക്കി നിൽക്കുകയാണ്. ഇടയ്ക്ക് ആ കണ്ണുകൾ റോഷ്നിയെ തേടിപ്പോയി. കണ്ടയുടനെ ഏട്ടത്തി വിളിച്ചിട്ട് ഓടി വരേണ്ടതാണല്ലോ. ഇതിപ്പോ ഒന്നും മിണ്ടാതെ കയ്യിലെ നഖവും നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ടൊന്നുമല്ല രുദ്രേട്ടാ, എന്റെ പെങ്ങൾക്ക് ഒരു സ്ട്രിക്റ്റ് ഹസ്ബൻഡ് ഉണ്ട്. 1 മണിക്കൂർ സമയത്തിനുള്ളിൽ പോയിട്ട് വരാനാ എന്നോട് പറഞ്ഞത്. അതിനുള്ളിൽ പോയി വന്നില്ലെങ്കിൽ അളിയനാണെന്നൊന്നും നോക്കില്ല. ഹരി ചുമ്മാ പറഞ്ഞതാണ്. റയാൻഷിന്റെ തലയിലേക്ക് ഇടുമ്പോൾ ആരും ഒന്നും പറയില്ലല്ലോ. എന്തുകൊണ്ടോ അവന് കൂടുതൽ സമയം അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഓ പിന്നെ അവനോട് പോയി പണി നോക്കാൻ പറ. അവൻ നോക്കിനേക്കാൾ നന്നായിട്ട് അവന്റെ ഭാര്യ നീ നോക്കുന്നുണ്ടെന്ന് പറ. ദേവേന്ദ്രൻ പറയുമ്പോൾ ഈ പറഞ്ഞതെന്ന് ആ മുഖത്ത് നോക്കി എന്ന് പറയാനാണ് ഹരിക്ക് തോന്നിയത്. തിന്നൊന്നും മിണ്ടിയില്ല. അവൻ എന്തിനാണെങ്കിലും ഒരു അഡീഷൻ തോന്നിയാൽ ഇങ്ങനെയാണ്. അത് പിന്നെ ആർക്കും കൊടുക്കില്ല. അവന്റെയാണ്.
ചിരിയുടെ സുഭദ്ര പറയുമ്പോൾ ലച്ചു ചിരിച്ചു. ഹരിയും ഒന്നും പറയാൻ പോയില്ല. മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിന്നു. ഇടയ്ക്ക് ആ കണ്ണുകൾ റോഷ്നിയെ തേടിപ്പോയപ്പോൾ തലയും താഴ്ത്തി ഫോണിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. റോഷ്നി. ഹരി വിളിച്ചതും റോഷ്നി മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്കിടയിൽ നിന്ന് അവനിങ്ങനെ പേരെടുത്ത് വിളിക്കുമെന്ന് അവൾ കരുതിയില്ല. അവൻ വിളിക്കാതെ, അവൻ മിണ്ടാതെ അവളായി അവന്റെ അടുത്തേക്ക് വരില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഹരി തന്നെ വിളിച്ചത്. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. റോഷ്നി വാ. എല്ലാരോടും പറഞ്ഞിട്ട് റോഷ്നിയുടെ അടുത്തേക്ക് പോയി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. ഞാനില്ല. അതും പറഞ്ഞിട്ട് അവൾ ആ കൈ വേർപ്പെടുത്തി. അവൾ ആരെയും നോക്കാതെ തിരിഞ്ഞു നിന്നു. കുഞ്ഞി ഹരിയുടെ പിണക്കത്തിലാണോ? ഇനിയിപ്പോ എങ്ങനെയാച്ചാ ഇവിടെ കല്യാണം നടത്താ? രണ്ടുപേരെയും വയ്യാക്കൊക്കെ മാറിയ സ്ഥിതിക്ക് ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കണം പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെക്കേണ്ടി വരുമോ? ഹരി ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ എല്ലാരും ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു. റോഷ്നി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് സാരില്ല, ആ തീരുമാനം നമുക്ക് അങ്ങോട്ട് മാറ്റാം. അല്ലാതെ എന്താ ചെയ്യുക? ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. ദേവേന്ദ്രൻ പറയുമ്പോൾ റോഷ്നി എല്ലാരെയും നോക്കി. അങ്ങനെ ആ തീരുമാനം മാറ്റാനൊന്നും നിൽക്കണ്ട. ഇതൊരു ചെറിയ സൗന്ദര്യ പിണക്ക, അതൊക്കെ മാറി മറിയും അല്ലേ? പിന്നല്ലേ. അവസാനത്തെ അല്ലേ ഹരി നോക്കിയാണ് അവൾ പറഞ്ഞത്. ഹരി അതിനതുപോലെ മറുപടി കൊടുത്തുകൊണ്ട് അവൾക്ക് നേരെ കൈ കൊടുത്തതും റോഷ്നി അവന്റെ കയ്യിലേക്ക് ചേർന്ന് വന്നു. എല്ലാരും അവരെ നോക്കി ഭംഗിയിലെന്ന് ചിരിച്ചു. ഹരിയും ലച്ചുവും എല്ലാവരുടെ യാത്ര പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവിടെ കൂടെ റോഷ്നിയും ഇറങ്ങി. ലച്ചുവും ഹരിയും റോഷ്നിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. റോഷ്നിക്ക് ഇപ്പോഴും കേട്ടതൊന്നും അത്ര വിശ്വാസം വന്നിട്ടില്ല. അതിന്റെ ഒരു പകപ്പിലാണ് അവൾ. കുഞ്ഞി. ലച്ചു റോഷ്നിയുടെ തോളൊന്ന് തട്ടിക്കൊണ്ട് വിളിച്ചു. റോഷ്നി ആ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വന്ന ലച്ചുവിനെ നോക്കി. പിന്നെ മുഖം കയറ്റി പിടിച്ചുകൊണ്ട് ലച്ചുവിൽ നിന്ന് മുഖം തിരിച്ചു. എന്നോടും പിണക്കാണോ? ലച്ചു ചീരിയോടെ ചോദിച്ചു. ഹരി ഒരു ചീരിയോടെ രണ്ടുപേരെയും നോക്കി. ആ പിണക്കം മാറാൻ വെറും നിമിഷങ്ങൾ മതിയെന്ന് അവൻ അറിയുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് അവനതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. എങ്ങനെ പോയാലും മാകിയുള്ള ഒരു നാത്തോനല്ല ഞാൻ, അല്ലെ? മുന്നോട്ട് നടക്കുന്നിടയിൽ റോഷ്നി കുറുവോടെ പറയുന്നുണ്ട്. ലച്ചു പുരുകം പൊക്കി ഹരിയെ നോക്കി. അറിയില്ലെന്ന പോലെ അവൻ കൈ മലർത്തി. അതിലെന്താ ഇത്ര സംശയം? എങ്ങനെ പോയാലും നീ മാത്രമാണ് എന്റെ നാത്തോൻ. എന്നിട്ട് അതിന്റെ സ്നേഹമൊന്നും എന്നോടില്ലല്ലോ. പോകുന്ന പോക്കി ലച്ചുവിന്റെ മുഖം ചേരിച്ചോണ്ടൊരു ചോദ്യം. എത്ര ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്? എന്നിട്ട് എന്നോടൊന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞോ? ഇല്ലല്ലോ. റോഷ്നി കാര്യം പറഞ്ഞതും ലച്ചു ഹരിയും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. അതിന് നിനക്ക് വയ്യല്ലോ. ഇനി അധികം യാത്രയൊന്നും ചെയ്യേണ്ടെന്ന് നിന്റെ ഏട്ടൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിക്കാതിരുന്നത്. പിന്നെ നിങ്ങളെ രണ്ടുപേരെയും വയ്യായ്ക്ക വേഗം മാറിയാൽ നിങ്ങളെ കെട്ടിച്ചു വിടാനുള്ള പ്ലാനല്ലേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ നീ എപ്പോഴും ഏട്ടന്റെ കൂടെ ഞങ്ങളെ വീട്ടിലാവില്ലേ? അതുകൊണ്ട് മനഃപൂർവ്വം വിളിക്കാതിരുന്ന കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് കരുതി. ചിരിയോടെ ലച്ചു പറയുമ്പോൾ റോഷ്നിയുടെ മുഖം ഒന്ന് അയഞ്ഞിട്ടുണ്ട്. അത്ര മതി, കൂടുതലൊന്നും വേണ്ട. ഇതിൽ തന്നെ അവൾ മൂക്കും കുത്തി വീണിട്ടുണ്ടെന്ന് ലച്ചുവിനറിയാം. സംസാരിച്ചുകൊണ്ട് മൂന്നുപേരും കാർ നിർത്തിയിട്ട ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളെ കൂടെ വരുന്നുണ്ടോ? ഹരി ചോദിച്ചതും റോഷ്നി അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്ത് നോക്കി ഒറ്റയടിക്ക് ഞാനില്ലെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഞാനുണ്ട്. പറയിലും ഡോർ തുറന്ന പിന്നിലേക്ക് കയറിയിരിക്കലും കഴിഞ്ഞതും ലച്ചും ഹരിയും പരസ്പരം നോക്കി ചിരിച്ചു. ലച്ചു ബാക്ക് ഡോർ തുറന്ന് അകത്തേക്ക് ഇരിക്കാൻ തുടങ്ങിയതും റോഷ്നി തടഞ്ഞു. ഏട്ടന് മുന്നിലിരുന്നോ? കാറിൽ പോകുമ്പോ ഗർഭിണികളൊക്കെ മുന്നിലിരിക്കണമെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. റോഷ്നി പറയുമ്പോൾ ലച്ചു അതിനൊന്ന് പൊട്ടിച്ചിരിച്ചു. ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന ഹരിയുടെ ചുണ്ടിലുമുണ്ട് ഒരു ചിരി. അതൊക്കെ എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുള്ള ഗർഭിണികൾക്കാ. എനിക്ക് അങ്ങനെ ഒരു തരത്തിലും പ്രശ്നമില്ല. എനിക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അതൊന്നും പറഞ്ഞിട്ട് കാറില്ല, ഫ്രണ്ടിലിരുന്നോ? റോഷ്നി പറയുമ്പോൾ ലച്ചു പിന്നെ തർക്കിക്കാൻ നിൽക്കാതെ മുന്നിൽ തന്നെ ഇരുന്നു. പിന്നിൽ അവർക്ക് രണ്ടു പേർക്കും നടുവിലായി ഒരൽപ്പം കയറിയിരിക്കുന്നവളെ നോക്കി ഹരി വണ്ടി മുന്നോട്ടെടുത്തു. സത്യത്തിൽ നിങ്ങളെ രണ്ടുപേരെയും കണ്ടാൽ മിണ്ടരുത്, നോക്കരുത് എന്നൊക്കെ തീരുമാനിച്ചതാണ് ഞാൻ വന്നത്. പക്ഷെ കണ്ടപ്പോ എല്ലാം മറന്നു. ഹരിയുടെ സീലേക്ക് ചാരി അവന്റെ തലയ്ക്ക് പിന്നിൽ അവളെ നെറ്റി മുട്ടിച്ചുകൊണ്ടാണ് അവളുടെ പറച്ചിൽ. ഇത്തിരി വീട്ടിരിക്കെ, അല്ലെങ്കിൽ അന്നത്തെ പോലെ ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ പാടമായി തീരും. ഹരി ഗൗരവത്തോടെ പറയുമ്പോൾ അവിടെ അടുത്തേക്ക് നീങ്ങിയിരുന്നവൾ പിന്നിലേക്ക് തന്നെ ചാഞ്ഞു. പിന്നെ ഒരു അക്ഷരം രണ്ടുപേരും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നേരെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയാ മതിയായിരുന്നു എന്ന മൈൻഡിലായിരുന്നു ഹരി. ആ കാർ ഓടിച്ച പയ്യനെ കിട്ടിയില്ലേ? ലച്ചു പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നവലെ ചോദിച്ചു. അന്ന് ആക്സിഡന്റിന് ശേഷം കുറച്ചു ദിവസം ആരും അതിന് പിന്നാലെ പോയില്ല. പിന്നെ ദേവേന്ദ്രനാണ് അതിലേക്ക് മുന്നിട്ടിറങ്ങിയത്. റയാൻഷും രുദ്രനുമൊക്കെ ഹോസ്പിറ്റലായതുകൊണ്ട് അതിന്റെ പിന്നാലെ നടക്കാനും ഒഴിവുണ്ടായില്ല. എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നിട്ടാണ് അതിനൊരു തീരുമാനമാക്കിയത്. കിട്ടി. പക്ഷേ അകത്തിരുന്നും ഞാൻ സമ്മതിച്ചില്ല. അതെന്താ? അവരോട് പിണങ്ങിയതൊക്കെ മറന്ന റോഷ്നി പഴയതുപോലെ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചത്. നീയല്ലേ തെറ്റിയത്?
പൊട്ടി വന്നൊരു ചിരി ഒതുക്കി പിടിച്ച കാര്യത്തോടെ ഹരി ചോദിക്കുമ്പോൾ റോഷ്നി അവന്റെ ഷോളിൽ ഒരു കുഞ്ഞി കടി കൊടുത്തു. ഞാൻ എനിക്ക് തോന്നുമ്പോ തെറ്റും, തോന്നുമ്പോ വീണ്ടും. നീ അതൊന്നും നോക്കണ്ട. ഇത് പറ, എന്താ ആ ചെറുക്കനെ വെറുതെ വിട്ടെ? കുറച്ചു കൊല്ലം അകത്ത് കിടക്കട്ടെ? അതൊന്നും വേണ്ട കുഞ്ഞി. വെറും 19 വയസ്സ് മാത്രമേയുള്ളൂ. അറിയാതെ ഒന്ന് പാളിപ്പോയതാ. നമ്മുടെ നല്ല നേരത്ത് ആ പോയത് നമ്മുടെ നെഞ്ചത്തോട്ട് തന്നെ കയറി വന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഹരി പറയുമ്പോൾ ആ മറുപടി റോഷ്നിക്ക് അത്ര ദഹിച്ചില്ല. നമ്മുടെ നെഞ്ചത്തോട്ട് കയറിക്കോ പറഞ്ഞിട്ട് ചെന്നൊന്നും അല്ലല്ലോ. റോങ് സൈഡ് കയറി ഇങ്ങോട്ട് വന്നതല്ലേ? ആ ആക്സിഡന്റിൽ ഞാനും നീ മരിച്ചു പോയിരുന്നെങ്കിൽ നീ ഇത് പറയുവോ? റോഷ്നി വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ തട്ടിക്കരുമ്പോൾ ഹരി ഒന്നും മിണ്ടാതെ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയ സമയമല്ല. അതിനുള്ള സമയം സന്ദർഭവും അനുകൂലവുമല്ല. നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹരിയുടെ തോൾ തല്ലിക്കൊണ്ട് റോഷ്നി പറയുമ്പോൾ ഹരി തോൾ വെട്ടിച്ചു. ഡ്രൈവ് ചെയ്യല്ലേ കുഞ്ഞി, അത് കഴിഞ്ഞിട്ട് നിനക്ക് മറുപടി തരും. ലച്ചു അവിടെ വഴക്ക് കണ്ടതും കേട്ടുകൊണ്ട് പറയുമ്പോൾ റോഷ്നി വീണ്ടും ഒന്നും മിണ്ടാതെ സീറ്റിലേക്ക് ചാരിയിരുന്നു. അന്നേരം ഹരിയുടെ ഫോൺ റിംഗ് ചെയ്തു. പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് അതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവനത് ലച്ചുവിന് നേരെ നീട്ടി. എന്തിനാ കിച്ചുവേട്ടാ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തത്? ഏട്ടന്റെ കൂടെ എന്നെ വിടാൻ താല്പര്യമില്ലെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഹരി നോക്കി കണ്ണ് ചിമ്മി ഒരു ചീരുടെ ഇത്തിരി ഗൗരവത്തിലാണ് അവളുടെ ചോദ്യം. അതിന് നീ സമ്മതിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞതേ ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാന്ന്. അന്നേരം നീ അത് കേട്ടില്ലല്ലോ. എന്നിട്ട് താല്പര്യമില്ലെങ്കിൽ വിരണ്ടെന്നല്ലോന്ന്. സ്പീക്കറിൽ കൂടെ റയൻഷി ശബ്ദം കേട്ട് ഹരി പല്ല് കഴിച്ചു. ഇതുപോലൊരു റിപ്ലൈ അല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത് എന്നൊരു ഭാവത്തോടെ ലച്ചു. അങ്ങനെ നിർബന്ധിച്ചാൽ സമ്മതിച്ചു കൊടുക്കരുത്. പോവണ്ടെന്ന് ഏട്ടത്തിയോട് തീർത്തു പറഞ്ഞാൽ ഏട്ടത്തി പോവില്ല. അതിന് ഇതുപോലെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ഭാര്യയെ പിടിച്ച് നിർത്താനുള്ള കഴിവ് വേണം. ഹരി പറഞ്ഞത് പിടിച്ചില്ല. അതുകൊണ്ടാണ് ഏട്ടനാണെന്നൊന്നും നോക്കാതെയുള്ള ആ പറച്ചിൽ. ഓ, അവിടെ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം രണ്ടും കൂടെ കാറിൽ പോയത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെയുള്ള പോക്കൊന്നും പോയിട്ട് വല്ല കാറിന്റെ മൂട്ടിൽ ചെന്ന് കയറി കൊടുക്കലേ. എന്റെ ഭാര്യയും കുഞ്ഞും ഉള്ളതാ. റിയൻഷ് പറയുമ്പോൾ റോഷ്നിയെ ഹരി നോക്കി. ഇപ്പൊ എല്ലാരും ഇതാ പറയാ. അതുകൊണ്ട് ഹരിയുടെ കൂടെ പോവണമെന്ന് ആരോടും പറയാറില്ല. 1-2 തവണ പറഞ്ഞപ്പോ എല്ലാരും കൂടെ ഇത് പറഞ്ഞതാ കളിയാക്കിയത്. അത് ഞങ്ങളെ കുഴപ്പമല്ലല്ലോ. എതിരെ വന്ന ആ ചെറുക്കന്റെ കുഴപ്പം. ഞങ്ങൾ നല്ല ശ്രദ്ധിച്ച ഒഴിച്ചേ. ശ്രദ്ധിച്ചൊഴിച്ചാ മതി. വീട്ടിലെത്തിയാൽ വിളിക്ക്. ഞാൻ ഇറങ്ങാൻ നിൽക്കാം. ഞാൻ വന്നിട്ട് എന്റെ കൂടെ വീട്ടിൽ പോവാം. അതുവരെ അവിടെ നിന്നോ. ഓക്കെ. റോഷ്നി പറഞ്ഞത് ആ ഫോൺ ഓഫായി. കാറിൽ നിന്നും ഇറങ്ങിയ റോഷ്നി ആരെയും നോക്കാതെ അകത്തേക്ക് നടന്നു. പിന്നാലെ ലച്ചു. ഹരി കാർ ഒതുക്കിയ ശേഷം ധൃതിയിൽ കാറിൽ നിന്നും ഇറങ്ങി. മുഖം കയറ്റി പിടിച്ചവളെ ഒന്ന് കയ്യിൽ ഒതുക്കണം. അതാണ് അവന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കാറിന്റെ കീ വലത്തെ കയ്യിലെ ചുണ്ടുവിരലിട്ട് കറക്കി കണ്ടവൻ അകത്തേക്ക് ഓടിക്കയറി. ഹാളിലേക്ക് കയറി ഹരി സെറ്റിൽ നെഞ്ചത്ത് കൈകെട്ടി സെറ്റിലേക്ക് ചാരിയിരിക്കുന്ന റോഷ്നിയെ കണ്ടതും ഒന്ന് ചിരിച്ചു. അവൾ ആ ചിരി കണ്ടിട്ടും കാണാത്തതുപോലെ അവനൊരു നോട്ടം മാറ്റി. ലച്ചു റൂമിൽ പോയോ? വാതിലടച്ച് ലോക്കാക്കിയ ശേഷം റോഷ്നിയുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിലാണ് അവന്റെ ചോദ്യം. അതിന് റോഷ്നി മറുപടി ഒന്നും പറഞ്ഞില്ല. അവനെ നോക്കിയതേയില്ല. പിണങ്ങാതെ കുഞ്ഞി, ഞാൻ നിന്റെ ഹരിയേട്ടനല്ലേ? കയ്യിലുള്ള കീ മുൻപിൽ ടേബിൾ വെച്ചുകൊണ്ട് പറയുന്നതിനൊപ്പം അവനുള്ള മടിയിലേക്ക് മുഖം അമർത്തി കിടന്നിരുന്നു. 2 കൈകൊണ്ടും അവനെ തള്ളി മാറ്റുന്നതിന് പകരം റോഷ്നി അവന്റെ തലമുടിയിൽ പതിയെ തലോടി. ഹരിയുടെ ചുണ്ടിൽ ചിരി വീരിഞ്ഞു. നിനക്ക് എന്നെ ഒന്ന് കാണുന്നു പോലും തോന്നിയില്ലേ? ചോദിക്കുമ്പോൾ സങ്കടം കൊണ്ട് അവളുടെ തൊണ്ടയിടറി. അത് മനസ്സിലാക്കിയതുപോലെ ഹരി മലർന്ന് കിടന്നുകൊണ്ട് റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കുഞ്ഞി? ഒരു ദിവസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും തോന്നും. പക്ഷെ തിരക്കല്ലേ. എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓഫീസിൽ പോകുന്നത്. ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. അതും പോരാത്തതിന് അടുത്ത് തന്നെ നമ്മുടെ വിവാഹം ഉണ്ടാകും. അതിന് ലീവ് എടുക്കണ്ടേ? നമ്മുടെ കമ്പനിയാണ്, നമ്മളാണ് അധികാരിയൊക്കെ കരുതി തോന്നുന്ന പോലെയാൽ നമ്മുടെ കമ്പനി തകരില്ലേ? ഇപ്പോ കുറച്ച് ദിവസം കഷ്ടപ്പെട്ടാൽ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ നമുക്ക് പൊളിച്ചൂടെ? ഹരി ചോദിക്കുമ്പോൾ റോഷ്നിയുടെ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. ആ പറഞ്ഞതിൽ സത്യമുണ്ട്, കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ റോഷ്നിയുടെ മുഖം തെളിഞ്ഞു. ഇനി ഒഴിവുള്ള സമയത്ത് നിന്റെ വീട്ടിൽ വന്ന് നിന്നെ കാണണമെന്നും നിന്നെ കൂട്ടി പുറത്ത് പോകണമെന്നും ഒക്കെയുണ്ട്. പക്ഷെ എന്താ അറിയില്ല, ഒരു മടി. ഹരി പറയുമ്പോൾ അതെന്തുകൊണ്ടാകുമെന്ന് അവൾ ഊഹിക്കാൻ കഴിയും. ഇതുപോലെ വന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ടാണ് അന്ന് ആക്സിഡന്റ് ഉണ്ടായത്. അതുകൊണ്ട് ആദ്യത്തെ പോലെ തന്റെ വീട്ടുകാരെ ഫേസ് ചെയ്യാൻ അവനൊരു മടി ഉണ്ടാകുമെന്ന് അവൾ ഊഹിക്കാം. തല വേദനിക്കുന്നുണ്ടോ? റോഷ്നി കയ്യിൽ പൊക്കിയെടുത്ത് അവന്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. ഏയ്, തലവേദനയൊന്നുമില്ല. പക്ഷേ ഇവിടെ വേദനിക്കുന്നുണ്ട്. ഇടത്തെ നെഞ്ചിന്റെ ഭാഗത്ത് വിരൽ കൊണ്ട് കൊത്തിക്കൊണ്ട് റോഷ്നി പറയുമ്പോൾ ഹരി പുരികൻ ചുളിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. നമുക്കിനി വല്ല ശത്രുക്കളുണ്ടാകുമോ? അച്ഛനും അമ്മയും ആക്സിഡന്റായി മരിച്ചുപോയി. അതുപോലെ നമുക്കും വന്നു. ഇനിയും അങ്ങനെ ഉണ്ടാകുമോ? റോഷ്നി കുറച്ചു ദിവസമായി അവളുടെ മനസ്സിൽ തോന്നിയ സംശയം അവനോട് പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നുമില്ല കുഞ്ഞി.
ഇതൊരു ചെറിയ ചെള്ളു ചക്കൻ, ഡിഗ്രിക്ക് പഠിക്കുന്നവനാ. അവന് അറിയാതെ പറ്റിയതാ, അല്ലാതെ വേണമെന്ന് കരുതി ചെയ്തൊന്നുമല്ല. വണ്ടി ഇടിച്ച ടെൻഷനിൽ പേടിച്ചിട്ടാ നിർത്താതെ പോയത്. അത് നന്നായി, ജംഗ്ഷൻ റോഡല്ലേ, നിർത്തിയിരുന്നെങ്കിൽ ആളുകൾക്ക് കൂടി ആ പയ്യനെ തീർത്തിരുന്നു. ഹരി റോഷ്നി അവനെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാലും ഒരെന്നാലുമില്ല, ചെറിയ ചക്കനല്ലേ, ജീവിതം തുടങ്ങിയിട്ട് പോലുമില്ല, ജീവിതം എന്താണെന്ന് പോലും അറിയില്ല. ഡ്രൈവിംഗ് പഠിച്ചതിന്റെ തിളപ്പിൽ അറിയാതെ ഉണ്ടായിപ്പോയൊരു സംഭവം. അതിനെ അങ്ങനെ കണ്ടാൽ മതി. നമ്മളായി അതിന്റെ ഭാവി കളയണ്ടെന്ന് തോന്നി ഒന്ന് പേടിപ്പിച്ച് വിരിച്ചിട്ടുണ്ട്. അവന്റെ ലൈസൻസ് ഒക്കെ കട്ടാക്കിയിട്ടുണ്ട്. വണ്ടിയെടുത്ത് അവൻ നീ റോഡിലിറങ്ങില്ല, അത് മതി, കൂടുതലൊന്നും വേണ്ട, ജീവിക്കട്ടെ, പാവല്ലേ. ഹരി പറയുമ്പോൾ റോഷ്നി അവന്റെ മുഖത്തേക്ക് നോക്കി. ഇത് അവന്റെ മാത്രം തീരുമാനമാകുമെന്ന് അവൾക്കറിയാം. ബാക്കിയുള്ളവരൊക്കെ ഇത് പറഞ്ഞവൻ സമ്മതിപ്പിച്ചതാവാം, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. അവളുടെ കുടുംബത്തിലെ ആരും ഇതുപോലെ ഒരു തീരുമാനം എടുക്കില്ല. എന്റെ കണ്ണിമ വെട്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവളുടെ കവിളൊന്ന് കുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. റോഷ്നി അവന്റെ കവിളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. ഹരി അവളെ രണ്ട് കൈകൊണ്ടും അവന്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. നിനക്ക് നമ്മുടെ കല്യാണം ഗ്രാൻഡായി നടത്തണമെന്നുണ്ടോ? കുറച്ചു കഴിഞ്ഞപ്പോൾ റോഷ്നിയുടെ തലയിൽ തലോടിക്കൊണ്ട് ഹരി ചോദിച്ചു. ഗ്രാൻഡായിട്ടൊന്നും വേണ്ട, അമ്പലത്തിൽ വെച്ച് താലി കെട്ട്, നമ്മൾ കുടുംബക്കാർ മാത്രം. അതേ ഓർമ്മയിലുണ്ടാകും. റിസപ്ഷൻ വേണമെങ്കിൽ നമുക്കിവിടെ വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചു വെക്കാം, അല്ലെങ്കിൽ അതും വേണ്ട. റോഷ്നി പറയുമ്പോൾ ഹരി അവളുടെ നെറുകയിലൊന്നും മുത്തി. ഒന്നും വേണ്ട, അമ്പലത്തിൽ വെച്ച് നമ്മൾ വീട്ടുകാരും കുടുംബക്കാരും മാത്രമുള്ളൊരു ചടങ്ങ്, അത് മതി. ഹരി പറയുമ്പോൾ റോഷ്നി അത് സമ്മതിച്ചു കൊടുത്തു. അവൾക്ക് അതിലൊരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല. എങ്ങനെയായാലും ഹരിയും അവളും തമ്മിലുള്ള താലികെട്ട് കഴിഞ്ഞാൽ മതി, അത് മാത്രമേ അവൾക്ക് ആഗ്രഹമുള്ളൂ. വലുതായി കഴിച്ചാലും ചെറുതായി കഴിച്ചാലും അത് നടക്കും. പിന്നെയൊന്നും അവളെ ബാധിക്കുന്നതല്ല. അളിയും വന്ന് തോന്നും. പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ ഹരി അവളെ എടുത്ത് മടിയിരുത്തിയതുപോലെ അവളെ മടിയിൽ നിന്ന് ഇറക്കി സെറ്റിയിലേക്ക് എത്തിയ ശേഷം പോയി വാതിൽ തുറന്നു. അവൻ പോന്ന് നോക്കിക്കൊണ്ട് റോഷ്നി സെറ്റിയിലേക്ക് മലർന്നു കിടന്നു. കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ ലച്ചുമുള്ള റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. എന്താണ് പതിവില്ലാതെ ഡോർ ലോക്ക് ചെയ്തിട്ടൊക്കെ? വാതിൽ തുറന്നതേ ഹരി ഒന്ന് അടിമുടി നോക്കിക്കൊണ്ടൊരു ചോദ്യം. ഹരി അതിന് മറുപടി ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. പിന്നാലെ റയാൻ ശാഖത്തേക്ക് കയറി. ലച്ചു സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. റോഷ്നി കണ്ണു കളിച്ച സെറ്റിയിൽ കിടക്കുന്നുണ്ട്. ഏട്ടൻ എന്താ നേരത്തെ? ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരുമെന്ന് കരുതി. റോഷ്നി ആ കിടപ്പിൽ കിടന്നുകൊണ്ട് റയാൻഷെ നോക്കി ചോദിച്ചു. നിനക്ക് വൈകിട്ട് പോയാ പോരെ? അതിന് ഞാൻ നേരത്തെ വരരുതെന്നൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? കയ്യിലുള്ള ഫോണും ബാഗും ലച്ചുവിനെ നേരെ നീട്ടിക്കൊണ്ട് റോഷ്നി നോക്കിയാണ് അവൻ പറയുന്നത്. അത് കേട്ട് റോഷ്നിയുടെ മുഖം ഒന്ന് വിടർന്നു. അവൾക്ക് നേരം വൈകി പോയാൽ മതി. കോഫി ഉണ്ടാക്കട്ടെ? ഞാനുണ്ടാക്കാം. ലച്ചുവിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് റയാൻഷ് കിച്ചണിലേക്ക് നടക്കുമ്പോൾ കയ്യിലുള്ള ബാഗും ഫോണും ടേബിൾ വെച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ലച്ചു നടന്നു. എല്ലാവർക്കും ഉണ്ടാക്കാലേ? റയാൻഷ് ഫ്രിഡ്ജിൽ നിന്നും പാല് പുറത്തേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു. ലച്ചു അതിന് തല കുലുക്കി. ഗ്യാസ് കത്തിച്ച് പാൽ അതിലേക്ക് വെച്ചുകൊണ്ട് റയാൻഷ് അത് നോക്കി നിൽക്കുമ്പോൾ ലച്ചു അവന്റെ പിന്നിൽ നിന്നും വയറധികം അമരാത്ത തരത്തിൽ ചുറ്റിപ്പിടിച്ചു. എന്തിനിങ്ങനെ വിളിച്ച് ഏട്ടനെ ശല്യം ചെയ്തത്? ഏട്ടൻ എന്താ കരുതാ? ഏട്ടന്റെ കൂടെ എന്നെ വിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്ന എന്തെങ്കിലും കരുതിയാലോ? ലച്ചു സൗമ്യമായി കാര്യം പറയുമ്പോൾ റയാൻഷ് പതിയെ അവളെ തിരിഞ്ഞു നോക്കി. ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കി. നമ്മൾ രണ്ടുപേരും പുറത്തു പോകുമ്പോ നിന്റെ ഏട്ടൻ മിനിറ്റ് വെച്ച് എന്നെ വിളിക്കുന്നതോ? അത് നിനക്ക് പ്രശ്നമില്ലേ? റയാൻഷ് ലച്ചുവിനെ നോക്കി കണ്ണു കുറിപ്പിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ലച്ചു ഒന്നും മിണ്ടാതെ എന്ന് ചിരിച്ചു. അത് നിനക്ക് കുഴപ്പമില്ലല്ലേ? നിന്റെ കാര്യം ചോദിക്കാൻ നിന്റെ ഏട്ടൻ കരുതൽ കൊണ്ട് വിളിക്കുമായിരിക്കും അല്ലെ? എന്ന് ഞാനും വിളിക്കും. പിന്നെ നിന്നെ കൊണ്ടവൻ പുറത്തു പോയാൽ എനിക്കുണ്ട് ടെൻഷൻ. റയാൻഷ് പറയുമ്പോൾ ലച്ചു അവന്റെ മുഖത്തെ കള്ള ഗൗരവത്തിലേക്ക് നോക്കി. അവൾക്കറിയാം ടെൻഷൻ കൊണ്ടൊന്നുമല്ല വിളിക്കുന്നത്. ഹരി വിളിക്കുന്നതിന് പകരം അവനെ ശല്യം ചെയ്യാൻ വിളിക്കുന്നതാണ്. ഞാൻ പോകുമ്പോൾ വളരെ പതുക്കെ ഡ്രൈവ് ചെയ്യുള്ളൂ. നിന്റെ പോക്ക് അങ്ങനെയല്ല. വാതിൽക്കൽ നിന്ന് ഹരിയുടെ ശബ്ദം കേട്ടപ്പോൾ ലച്ചും റയാൻഷും ഒരുപോലെ ഹരിയെ നോക്കി. വാതിൽക്കൽ ചാരി നെഞ്ചത്ത് കൈ കെട്ടി ഹരി. അവനെ തോൾ ചാരി ഒരു ചീരയുടെ റോഷ്നി നിൽക്കുന്നുണ്ട്. ഓ പിന്നെ നിന്റെ പതുക്കെയുള്ള ഡ്രൈവ്. ആ ഡ്രൈവിംഗ് കാണാണല്ലോ 1.5 മാസം മുൻപ് നീണ്ടു നിവർന്ന് കിടന്ന് മോങ്ങിയത്. റയാൻഷിന്റെ ആ ഒരൊറ്റ ഡയലോഗിൽ ഹരി ഒന്നും പറയാതെ എന്തോ ഒരു തെറി പിറുപിറുത്തോണ്ട് തിരിഞ്ഞു പോയത്. റോഷ്നി റയാൻഷിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ഹരിയുടെ പിന്നാലെ പോയി. അവരെന്ന് നോക്കിക്കൊണ്ട് ലച്ചു അവർക്ക് പിന്നാലെ നടന്നു. ഈയിടെയായി നിന്റെ കോട്ടനെ എനിക്ക് തീരെ പിടിക്കുന്നില്ല. ലച്ചുവിനെ നോക്കി റയാൻഷ് പിന്നിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ലച്ചുവിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അളിയമ്മയുടെ വാക്കുകൾ തമ്മിലുള്ള പൊരുത്തം ആലോചിച്ചുകൊണ്ടൊരു ചിരി.